കർത്താവിന്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ എനിക്കും നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിക്കാൻ, ഒരുമിച്ച് ആത്മീക സന്തോഷം അനുഭവിപ്പാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ദൈവവചനം പഠിക്കാനായിട്ട് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തുള്ള ദൈവജനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ്, കൊറോണയ്ക്ക് മുമ്പ്, സഭാ ഹാളിൽ കടന്നു വന്ന് ഏകദേശം ഇതുപോലെ ഒരു ക്ലാസ് ഒരു മാസത്തെ എടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ ഒരു അവസരം ഒരിക്കൽ കൂടെ ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചാണ്ടപ്പിള്ളച്ചാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സഭയായി എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചില വിഷയങ്ങൾ അങ്ങോട്ട് അച്ഛനോട് പറയുകയുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു പല വിഷയങ്ങളും ആ നിലയിൽ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നിലയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് ആ നിലയിൽ ക്ലാസ് എടുക്കണം എന്ന്, ഈ വിഷയം നല്ലതാണ് എന്ന് ഒരു പ്രോത്സാഹനം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ആ വിഷയമാണ് ഈ ദിവസങ്ങളിൽ, ഈ മാസം ക്ലാസ്സിനോട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കുന്നു. തീത്തോസ് 2:7, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 7. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃയാക്കി കാണിക്കാം. ആ വിഷയം നമ്മുടെ ഗ്രൂപ്പില് രേഖപ്പെടുത്തിയിരുന്നു. സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കാം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനോട് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന, തന്നിലൂടെ നമുക്കേവർക്കും പങ്കുവെക്കുന്ന, നമ്മളെ അറിയിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. 2-ാം അധ്യായത്തിൽ വിവിധ നിലകളിലുള്ള ആളുകളോട്, പ്രായമുള്ളവരോടും യുവതി യുവാക്കളോടും ദാസന്മാരോടും എല്ലാ തരത്തിലുള്ള ആളുകളോടും ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തും അങ്ങനെ ഒരു നിർദ്ദേശമാണ് നാം വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം വായിച്ച ഭാഗത്ത് സകലത്തിലും വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്, ഇവിടെ ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ലജ്ജിക്കുക എന്നുള്ളതല്ല. വിരോധി നമ്മെ പരിശോധിക്കുമ്പോൾ, ശത്രു നമ്മെ നോക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകണം, നാം ലജ്ജിക്കാനിടയാകരുത്. സകലത്തിലും എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സകലത്തിലും, സകലവും എന്ന് പറഞ്ഞാൽ എല്ലാം,
സകലത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും, കേവലം ഒരു കാര്യമെന്നല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളെന്നല്ല, സകല കാര്യങ്ങളിലും സകല വിഷയത്തിലും ഒരു ദൈവ പൈതൽ മാതൃകയായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് തീത്തോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, മാതൃകയായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. നമുക്കറിയാം, ഈ പദപ്രയോഗം മറ്റ് പല നിലകളിൽ പൗലോസ് നടത്തിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പൊ ഇടയലേഖനങ്ങളിൽ പല ഭാഗത്ത് ഇതേ പദപ്രയോഗം തന്നെ പൗലോസ് നടത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കർത്താവിന്റെ ദാസൻ അടുത്ത തലമുറയിൽ ശുശ്രൂഷ ഏറ്റെടുത്ത ദൈവദാസന്മാർക്ക് നൽകുന്ന അനുഗ്രഹീതമായൊരു നിർദ്ദേശമാണ് സകലത്തിലും മാതൃകയായിരിക്കുക എന്നുള്ളത്. കേവലം അവർ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചത്, ഈ ലേഖനം നമുക്കൂടെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് രേഖയാക്കി നൽകിയത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് ചില കാര്യങ്ങളൊക്കെ അക്കമിട്ട് എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് മാതൃകയായിരിക്കാൻ. വാക്കിൽ മാതൃകയായിരിക്കണം, മാതൃകാപരമായ വാക്കുകൾ. നടപ്പിൽ മാതൃകയായിരിക്കണം, സ്നേഹത്തിൽ മാതൃകയായിരിക്കണം, വിശ്വാസത്തിൽ മാതൃകയായിരിക്കണം, നിർമ്മലമായ ജീവിതം നയിക്കുന്ന കാര്യത്തിൽ മാതൃകയായിരിക്കണം. അപ്പൊ ഏതെല്ലാം മേഖലകളിൽ ഒരു ദൈവ പൈതൽ മാതൃകയായിരിക്കണമെന്നുള്ളത് വളരെ കൃത്യമായി ഓർപ്പിക്കുന്നതായിട്ട് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ തിമോത്തിയോസിലും തീത്തോസിലും ഒക്കെ എന്തുകൊണ്ടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് പൊതുവായി മനസ്സിലാക്കിയാൽ, ഇത് വിശ്വാസ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിഷയമായതുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വല്ലാത്ത കാലത്ത് ജീവിക്കുന്ന നാമും ദൈവസന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ വളരെ മാതൃകയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നാം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ നിസാരമാക്കുക, ഇല്ലാതാക്കുക എന്നാണ്. അപ്പം മാതൃക ഇല്ലാതാകരുത് എന്നാണ് അതിന്റെ അർത്ഥം. വളരെ കരുതലോടെ മാതൃകയോടെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവമക്കളാണ് എന്നൊക്കെ നാം അവകാശപ്പെടുമ്പോൾ, ഞാനൊരു ദൈവ പൈതലാണ് എന്ന് പറയുമ്പോൾ, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാതൃകാപരമായ ഒരു വിശ്വാസ ജീവിതമാണ്. അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ദൈവഹിതപ്രകാരം ദൈവമക്കൾ എന്നുള്ള നിലയിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം മാതൃകയായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസ് 2 തിമോത്തി chapter 1 verse 13. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ, എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. അവിടെയും അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇടയലേഖനങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഈ കാര്യം ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയാണ്, പഥ്യവചനം, ദൈവവചനം മാതൃകയാക്കണം.
അപ്പൊ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ അംഗീകരിച്ച് ദൈവവചനത്തെ അനുസരിച്ച് മാതൃകയോടെ ജീവിക്കണം. ദൈവം നമുക്ക് തന്ന ജീവിതം മാതൃകയോടെ ജീവിക്കണമെന്നുള്ളതാണ്. നിന്റെ യൗവനം തുച്ഛീകരിക്കുന്നവരാൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ നിസാരമാക്കി കളയാതെ, ഇല്ലാതാക്കി കളയാതെ, മാതൃക നഷ്ടപ്പെട്ടു പോകാതെ മാതൃകയോട് ജീവിക്കണമെന്നുള്ളതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറയുവാൻ വകയില്ലാതെ നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. അപ്പൊ തീത്തോസിന് പ്രത്യേകമായി നിർദ്ദേശം നൽകുമ്പോൾ ഒരു ഉപദേശമായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഉപദേശപരമായി നിലയിൽ ജീവിക്കണമെങ്കിൽ, ദൈവവചനത്തിന്റെ ഉപദേശത്തെ പാലിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ മാതൃകാപരമായ ജീവിതം ആവശ്യമാണ്. ഇവിടെ സഭകളിലെ പരസ്യ ശുശ്രൂഷകൾക്കായി നിയോഗിക്കപ്പെട്ടവരാണിത്. അപ്പൊ തീത്തോസിനെ സംബന്ധിച്ച് ദൈവികമായ ശുശ്രൂഷ താൻ ഏൽപ്പിക്കപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അവന്റെ ഉപദേശവും ജീവിതവും സമാന്തരമായ നിലയിൽ മുമ്പോട്ട് പോകണം. ഉപദേശം ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും അല്ല. പ്രസംഗം ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും അല്ല. അത് രണ്ടും ഒരുപോലെ. അതാണ് പ്രായോഗികമായ തലത്തിൽ. നമുക്കറിയാം, ഉപദേശപരമായി പല കാര്യങ്ങളും അറിയാമെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രായോഗികമായ തലത്തിൽ പലതിലും ഞാനും നിങ്ങൾ പരാജയപ്പെട്ടു പോകുകയാണ്. നമുക്കറിയാം, ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം, വചനത്തിൽ നിശ്ചയമുള്ളവരാണ്, പല കാര്യങ്ങളും പഠിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാം പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ വിവിധ നിലകളിൽ അറിവുകൾ സമ്പാദിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രായോഗിക ജീവിത തലത്തിൽ എത്രമാത്രം മാതൃകയോടെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉപദേശത്തിൽ നിർമ്മലതയും അതുപോലെ തന്നെ ആക്ഷേപിച്ചുകൂടാത്ത നിലയിൽ, ശത്രു നമ്മെക്കുറിച്ചൊന്നും പറയാനിടയാകാത്ത നിലയിൽ ഉള്ളൊരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശത്രു നമ്മളെ വിരൽ ചൂണ്ടി നമ്മുടെ ജീവിതത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ ഉണ്ടാകാനിടയാകരുത്, ആയിത്തീരാനിടയാകരുത്. വിശുദ്ധിക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് യോഗ്യമായിട്ട് വേണം നമ്മുടെ ജീവിതവും പഠിപ്പിക്കലും ഒക്കെ ആയിരിക്കേണ്ടതെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ശത്രു, വിരോധി, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവൻ നമ്മെക്കുറിച്ച് ഒരു കുറ്റവും പറയാനിടയാകാതെ നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ, അല്ലെങ്കിൽ മാതൃകയോടുകൂടെ ആയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ വിവിധ നിലകളിലായിരിക്കുന്നവരാണ്. ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, സഭയോട് ബന്ധപ്പെട്ട് ദൈവം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ആളുകളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടായിരിക്കും. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഏതു മേഖലയിലാണെങ്കിലും മാതൃകയോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുക, അത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. അങ്ങനെ സകലവും, എല്ലാം, സകലത്തിലും, എല്ലാ കാര്യത്തിലും ഒരു ദൈവ പൈതൽ എല്ലാ കാര്യത്തിലും മാതൃകയോടെ ആയിരിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 Peter chapter 1 verse 14. 1 പത്രോസ് 1-ാം അധ്യായം 14-ാം വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണം എന്ന് പറഞ്ഞാൽ, മാതൃകയാക്കുക എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നാം കണ്ടത് പഴയതൊന്നും എന്ത് ചെയ്യരുത്, മാതൃകയാക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാതൃകയാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നാം ആ ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരികയാണ്. മുഖപൂരിയായിട്ട് ഞാനത് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഴയതൊന്നും മാതൃകയാക്കരുത് എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്? പഴയതിനെ പലതും, വേണ്ടാത്തതിനെ പലതും, ദൈവവചനത്തിന് വിരുദ്ധമായതിനെ പലതും, യോഗ്യമല്ലാത്തത് പലതും മാതൃകയാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകരുത്. അതുകൊണ്ട് പഴയതൊന്നും മാതൃക, നിങ്ങളുടെ അവിടെ പറയുന്നത് എന്താ, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മോഹത്തിൽ നിന്ന് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ പലതിനെയും മാതൃകയാക്കി ജീവിച്ച ഒരാളാണ്. അവിടെ നിന്നാണ് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച് ഒരു ദൈവ പൈതലാക്കി ആത്മീകമായ സന്തോഷം നൽകി എനിക്ക് ആവശ്യമായ നന്മകൾ നൽകി ഒരു കുറവുമില്ലാതെ ദൈവം അനുദിനം എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവികമായ കാര്യങ്ങളിൽ ദൈവം എനിക്ക് ആവശ്യമായ ആലോചന തരുന്നുണ്ട്, ദൈവികമായ നന്മകൾ തരുന്നുണ്ട്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ഒരു കുറവും കൂടാതെ തന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എനിക്ക് കുറവുകൾ ഉണ്ടായിട്ടും, എനിക്ക് പോരായ്മ ഉണ്ടായിട്ടും, ഞാൻ അവിശ്വസ്തനായിട്ടും ദൈവം എന്നെ വളരെ കരുതലോടുകൂടെ ഓരോ ദിവസവും അനുദിന ജീവിതത്തിൽ ഇങ്ങനെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ വളരെ മാതൃകയോടെ ജീവിക്കണമെന്നുള്ളതും ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നാം വായിച്ച വേദഭാഗത്ത് നമ്മുടെ ജീവിതത്തെ നിസ്സാരമാക്കി കളയാതെ ഈ വിലയേറിയ ജീവിതം, ദൈവം എനിക്ക് ദാനമായി തന്ന ഈ ജീവിതം വളരെ മാതൃകയോടെ പൂർത്തീകരിപ്പാൻ, ഭയത്തോടെ എന്റെ പ്രവാസകാലം കഴിപ്പാൻ ഇടയാകണം എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ദൈവവചനത്തെ, നമുക്കറിയാം ദൈവവചനത്തെ മാതൃകയാക്കാനായിട്ട് ഇടയാകണം. പത്യവചനത്തെ എന്നാണ് പറയുന്നത്. ദൈവികമായ വചനമാണ് നമ്മുടെ വഴികാട്ടി, വചനമാണ് നമുക്ക് ആലോചന നൽകുന്നത്. നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിലെ പരാജയത്തിന് കാരണം വചനത്തിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. വചനം വായിക്കുവാനോ, വചനത്തിന് മുൻപിലിരിക്കുവാനോ, വചനം ധ്യാനിക്കുവാനോ ഒന്നും സമയം കണ്ടെത്താതെ മറ്റു പലതിന്റെ പിന്നാലെ പോകുമ്പോൾ മാതൃകയാക്കേണ്ട പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയാതെ വരികയാണ്. ഈ വചനം ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നും, ഒരു വ്യക്തി എങ്ങനെയാണെന്ന്, ഒരു കുഞ്ഞെങ്ങനെയാണെന്ന്, ഒരു കുഞ്ഞിന്റെ വളർച്ച എന്താണെന്ന്, ഒരു യുവാവ് എങ്ങനെയാണെന്ന്, ഒരു യുവതി എങ്ങനെയാണെന്ന്, ഒരു ഭാര്യ എങ്ങനെയാണെന്ന്, ഒരു ഭർത്താവ് എങ്ങനെയാണെന്ന്, ഒരു ദൈവദാസൻ എങ്ങനെയാണെന്ന്, ഒരു മൂപ്പൻ എങ്ങനെയാണെന്ന്, ഒരു ശുശ്രൂഷകൻ എങ്ങനെയാണെന്ന്, ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾ എങ്ങനെയാണെന്ന്, അങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി എങ്ങനെ ഞാൻ ജീവിക്കണമെന്നുള്ള മാർഗനിർദ്ദേശം കൃത്യമായി തരാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ തരുന്ന വചനത്തെ, അതിലെ ആലോചനകളെ മാതൃകയാക്കാൻ കഴിയണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വചനത്തിൽ നിന്ന് അകന്നതല്ലേ നമ്മുടെ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ടല്ലേ മറ്റു പലതിലേക്ക് നാം പോകുന്നത്. നാം വായിച്ചതുപോലെ പഴയതിലേക്ക് പോകാൻ കാരണം എന്താ? പഴയതിലേക്ക് പോകാൻ കാരണം, അല്ലെങ്കിൽ പഴയതിനെ മാതൃകയാക്കാൻ കാരണം, ഈ മാതൃകയാക്കേണ്ട ആലോചനയെ, മാതൃകയാക്കേണ്ട വചനത്തെ, നമുക്ക് നിർദ്ദേശം തരുന്ന ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ, അതിന്റെ മുൻപിൽ ഇരിക്കാൻ കഴിയാതെ, അത് കേൾക്കാൻ കഴിയാതെ അകന്നു പോന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കാലഘട്ടത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറ ഒക്കെ അവർ മറ്റു പലതും മാതൃക. കാരണം അത് തന്നെയാ, പഠിച്ചു നോക്കിയാൽ അറിയാം, മനസ്സിലാക്കിയാൽ അറിയാം. മാതൃകയാക്കേണ്ടതിലേക്ക് മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം. എവിടെയാ കുറവെന്ന് കാണാനിടയാകണം. ഇന്ന് ഈ ദൈവവചനം കേൾക്കാനായിട്ട് ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ധാരാളം ആളുകളുണ്ട്, പക്ഷേ വളരെ കുറച്ചു പേർക്കേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വചനം പഠിക്കാനൊക്കെ കഴിയുന്നുള്ളൂ. നമുക്ക് മാതൃകയാക്കേണ്ട ധാരാളം കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കതിന് സമയമില്ലാതെ മറ്റു പലതിലേക്ക് തിരിയുമ്പോൾ നമുക്ക് പലപ്പോഴും മാതൃകയായി ജീവിക്കാൻ കഴിയാതെ വരികയാണ്. അതുകൊണ്ട് പഴയതിലേക്ക് മടങ്ങാതിരിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം അതാലോചനയായി ഏറ്റെടുത്തുകൊണ്ട്, ദൈവവചനത്തെ അംഗീകരിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയിൽ മുമ്പോട്ട് പോകാനായിട്ടിടയാകണം. അപ്പൊ നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ട ഒരു പദപ്രയോഗമാണ് നമ്മുടെ എല്ലാ നടപ്പിലും. അപ്പൊ വചനത്തെ അടിസ്ഥാനപ്പെട്ട്, വചനം അനുസരിച്ച്, അംഗീകരിച്ച് മാതൃകയോടെ ജീവിക്കുമ്പോൾ മാതൃകയാക്കേണ്ട ധാരാളം മേഖലകളുണ്ട്. ആ ഭാഗത്തേക്കാണ് നാം ഇനി വരേണ്ടത്. അപ്പൊ സകലത്തിലും മാതൃകയാകണം, എല്ലാ കാര്യത്തിലും. ഒരു കാര്യത്തിൽ മാത്രമല്ല, കേവലം ഞായറാഴ്ച വരുമ്പോൾ മാത്രമല്ല, ചില കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായി മാതൃകയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ വേറിട്ട് കാണാൻ ആഗ്രഹിച്ചത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇതാ തനിച്ചു പാർക്കുന്ന ജനം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്? കാരണം
ആ കാര്യം അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായി അവരെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ജനമായി തന്നെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസി എന്ന നിലയിൽ, ദൈവവേദന എന്ന നിലയിൽ എന്നെ വ്യത്യസ്തമായി മാതൃകയോടെ കാണാൻ ദൈവം അനുദിനം ആഗ്രഹിക്കുക. അതിനാണ് ദൈവവചനം നമ്മെ പല കാര്യങ്ങളും ഓർപ്പിക്കുന്നത്. അപ്പൊ ഒരു വിശ്വാസി മാതൃകയാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ വായിച്ച ഭാഗത്ത് കണ്ടത്. എല്ലാ നടപ്പിലും മാതൃകയായിരിക്കണം, സൽപ്രവർത്തികളിൽ മാതൃകയായിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് വരും. എന്നാൽ അവിടെ നാം വായിച്ച ഭാഗത്ത് നടപ്പിൽ മാതൃകയാകണം. അപ്പൊ നമ്മുടെ നടപ്പിൽ നാം സാധാരണയായി ചിന്തിക്കുന്ന, പഠിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. എങ്കിലും ഒരിക്കൽ കൂടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താ നടപ്പ്? നമുക്കറിയാം, നടപ്പെന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിന്റെ മുഴുവൻ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും കുറിക്കുന്ന പ്രയോഗമാണ് നടപ്പെന്നുള്ളത്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, നടപ്പെന്ന് ഒറ്റ വാക്ക് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിന്റെ മുഴുവൻ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും കുറിക്കുന്ന ഒരു പ്രയോഗമാണ് നടപ്പെന്നുള്ളത്. അപ്പൊ ആ നടപ്പ്, സ്വഭാവം എന്നാണ് അതിന്റെ അർത്ഥം. നടപ്പ്, ജീവിതം, സ്വഭാവം. അപ്പൊ എന്റെ നടപ്പ് അത് മാതൃകയായിരിക്കണമെന്നാണ് ദൈവവചനം എന്നെ ഓർപ്പിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും, എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഞാൻ വളരെ കൃത്യമായി മാതൃകയുള്ളവനാകണം. എന്റെ നടപ്പിൽ ഞാൻ മാതൃകയുള്ളവനാകണം. ഇവിടെ നടപ്പ് എന്ന് പറയുമ്പോൾ, എല്ലാ നടപ്പിലും മാതൃകയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം, എൻ്റെ ജീവിത രീതികള്, എൻ്റെ പ്രായോഗികമായ എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കണം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെ ചിന്ത, ഞാൻ അതിൽ മാതൃകയായിരിക്കണം. എൻ്റെ വാക്കുകളിൽ ഞാൻ മാതൃകയായിരിക്കണം. എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ ഞാൻ മാതൃകയായിരിക്കണം. എൻ്റെ എല്ലാ ഇടപാടുകളിലും ഞാൻ മാതൃകയായിരിക്കണം. ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യത്യസ്തനാണ്, കാരണം ഞാനൊരു ദൈവവേദനാണ്. എൻ്റെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ ഒരു ദൈവവേദന സംസാരിക്കാൻ അവകാശമില്ല. മറ്റുള്ളവർ നോക്കുന്നത് പോലെ ഒരു ദൈവവേദന നോക്കാൻ അവകാശമില്ല. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ അവകാശമില്ല. മറ്റുള്ളവർ നടക്കുന്നത് പോലെ നമുക്ക് നടക്കാൻ അവകാശമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും, അതാണ് സകലത്തിലും എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, നമ്മുടെ നടപ്പിൽ മാതൃകയായിരിക്കണം. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ധാരാളം വിശദീകരണങ്ങൾ ദൈവത്തിന്റെ ജനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ, ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ അതിന് 21-ാം വാക്യം, ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 26-ന്റെ ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സ് 21, 21-ാം വാക്യം, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. അപ്പൊ ഇവിടെ പറയാണ്, തന്റെ ജനത്തോട് ദൈവം പറയാണ്, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഞാൻ നിങ്ങളോട് ഇടപെടും. അപ്പൊ പഴയ നിയമം മുതൽ നാം ഇങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ ദൈവജനത്തിന്റെ നടപ്പ് മാതൃകയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വിരോധമായി നടക്കരുതെന്ന അതിന്റെ അർത്ഥം. നോക്കണേ, ദൈവം തന്റെ ജനത്തെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന എന്താ? അന്ന് മുതൽ പിന്നെ നമ്മളിങ്ങനെ താളുകൾ മറിച്ചു വരുമ്പോൾ തന്റെ ജനത്തിന്റെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്റെ ജനത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്, ദൈവത്തിന് വിരോധമായി നിങ്ങൾ നടക്കരുത് എന്നതിന്റെ അർത്ഥം. അപ്പൊ നടപ്പിൽ മാതൃകയാക്കണം. അവിടെ 3-4 കാര്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾ കൽപ്പന ലംഘിക്കരുത്, നിങ്ങൾ ചട്ടങ്ങൾ മറികടക്കരുത്, ദൈവത്തെ നിങ്ങൾ നിരസിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത് എന്നൊക്കെ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ എനിക്ക് വിരോധമായി നടക്കരുത്. നിങ്ങൾ കൽപ്പന ലംഘിക്കുമ്പോൾ നിങ്ങളുടെ നടപ്പ് എനിക്ക് വിരോധമാകും. നിങ്ങൾ എന്റെ പ്രമാണം ലംഘിക്കുമ്പോൾ, ചട്ടങ്ങളെ നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വിരോധമായിട്ട് നടക്കും.
നിങ്ങൾ ദൈവത്തെ നിരസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറന്നു നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ നടപ്പിൽ പരാജയപ്പെടും. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ ദൈവിക നന്മ, ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം, ദൈവിക നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിന് വിരോധമായി പിറുപിറുത്തും നാം കാണുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിന്റെ മഹത്വത്തെ അങ്ങനെ തന്നെ കാണാതെ, ദൈവം ആരാണെന്നുള്ള ബോധ്യമില്ലാതെ, ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ, ദൈവത്തിന്റെ പരിശുദ്ധി മനസ്സിലാക്കാതെ തന്റെ ജനം ജീവിക്കുമ്പോൾ അവരുടെ നടപ്പിൽ അവർ പരാജയപ്പെടും. ശ്രദ്ധിക്കണം, ദൈവജനത്തോട് ബന്ധപ്പെട്ട്, ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിരോധമായി നടക്കരുത്. എനിക്ക് വിരോധമായി നിങ്ങൾ നടന്നാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് തലമുറകളിലേക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നീട് ആ ഭാഗത്തേക്ക് വരും. അപ്പൊ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്റെ കൽപ്പന ലംഘിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വിരോധമായി നടക്കുന്നവരാകും, നിങ്ങൾ പാപത്തിൽ നടക്കുന്നവരാകും. കൽപ്പനാലംഘനം നമുക്കറിയാം, പാപത്തിന് കാരണം അതാണ്, ദൈവകൽപ്പന ലംഘിക്കുക. ദൈവത്തിന്റെ വചനം നമുക്ക് പ്രമാണിക്കാൻ പറ്റാത്ത ഒരു കൽപ്പനയും നമ്മളോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട്, ഇത് അതുപോലെ പാലിക്കാൻ പറ്റുമെന്നേ. നമുക്ക് പറ്റാത്തതൊന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വലിയ എന്തോ കാര്യമാണെന്ന് പറഞ്ഞ് മാറി ഒഴിഞ്ഞു പോകുന്നതാ. എനിക്കും നിങ്ങൾക്കും പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യവും എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മെ നന്നായി അറിയാം. നമ്മുടെ പരിമിതികളെ അറിയാം, നമ്മുടെ പോരായ്മകളെ അറിയാം, നമ്മൾ ആരാണെന്ന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പത്രോസിനോട്, ശിമോനെ നിന്നെ പാറ്റിക്കളയാൻ സാത്താൻ അനുവാദം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. നിന്റെ പോരായ്മ എനിക്കറിയാം, നിന്നെ ഒന്ന് പാറ്റിയാൽ നീ ഇല്ലാതാവുമെന്നറിയാം, ഞാനതിന് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മെ നന്നായി അറിയുന്ന കർത്താവിന് നമ്മളെ ശരിക്കും അറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിന് നമ്മെ അറിയാം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഭാരമുള്ളതും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് പാലിക്കാൻ പറ്റാത്ത ഒന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ദൈവകൽപ്പന ലംഘിക്കാനിടയാകരുത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവർക്ക് ബോധിച്ചതുപോലെ നടന്നത്? അവർ എന്തുകൊണ്ടാണ് മാതൃകയില്ലാതായി പോയത്? കാരണം ഇവിടെ പറയുക, നിങ്ങൾ എന്റെ കൽപ്പനകളെ ലംഘിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല, നമുക്ക് പാലിക്കാൻ പറ്റുന്ന കൽപ്പനകളാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അനുദിനം പാലിച്ചു നടക്കുമ്പോഴാണ് മാതൃകയോടുകൂടെ നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എത്രമാത്രം കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? നാം ദൈവകൽപ്പന പാലിക്കുമ്പോൾ നാം മാതൃകയായിട്ട് നടക്കാൻ ഇടയാകും. നാം കൽപ്പന ലംഘിക്കുമ്പോൾ നമ്മുടെ നടപ്പിൽ മാതൃക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാണ്, കൽപ്പന ചട്ടങ്ങൾ മറികടക്കരുത്. നമുക്കറിയാം, നമുക്ക് യാത്ര ചെയ്യാനുള്ള, നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട്. അത് മറികടക്കാനിടയായാൽ നമുക്ക് മാതൃകയായി ജീവിക്കാൻ കഴിയുകയില്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ, ചട്ടങ്ങൾ കൃത്യമായ അനുദിന ജീവിതത്തിൽ പാലിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അതിനാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്, വേർതിരിച്ചവരാണ്, നിങ്ങൾ വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചട്ടങ്ങൾ മറികടക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ നടക്കരുത്, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങൾ നടക്കരുത്. എന്നിട്ട് മാതൃകയായിട്ട് നടക്കുന്നു അവകാശപ്പെടാൻ പറ്റത്തില്ല. എനിക്ക് ബോധിച്ചതുപോലെ, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ നടന്നിട്ട് അതൊരു മാതൃകാ നടപ്പെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ പറയട്ടെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ചട്ടങ്ങളെ, വ്യവസ്ഥകളെ, നിയമങ്ങളെ പ്രമാണിച്ചുകൊണ്ട് മാതൃകയോടെ നടപ്പാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഇവിടെ പറയാണ്, ദൈവം നമ്മോട് ഇടപെടും, ദൈവം നമ്മെ ശിക്ഷിക്കും. വളരെ കരുതലോടെ, ഭയത്തോടെ നമുക്കായിരിക്കാം. മാത്രമല്ല, ദൈവത്തെ നിരസിക്കരുത് എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ ആലോചനയെ, ദൈവത്തിന്റെ നമ്മിൽ ദൈവം പല കാര്യങ്ങളും എന്നിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈവവൈദ്യൻ എന്ന നിലയിൽ നമുക്കറിയാം, സഭയോട് ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും വ്യക്തി ജീവിതത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു ദൈവവൈദ്യൻ എന്ന നിലയിൽ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യാൻ കഴിയാതെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് നിരസിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് വില കൊടുക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന് ഒത്തവണ്ണം ജീവിക്കാതെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക, എനിക്ക് ബോധിച്ച പോലെ ജീവിക്കുക, എന്റേതായൊരു ജീവിതശൈലി, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല വിശ്വാസ ജീവിതം. വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു ജീവിതമല്ല വിശ്വാസ ജീവിതം. ആഴ്ചയിൽ 6 ദിവസം എനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച വന്നിട്ട് കർത്തൃമേശ എടുത്ത് അല്ലെങ്കിൽ ആരാധനയെ സംബന്ധിച്ചു എന്ന് പറഞ്ഞ് ഒരു താൽക്കാലികമായ തൃപ്തി അടഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു ജീവിതമല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ സകലത്തിലും മാതൃക എന്ന് പറയുന്നത്. ആഴ്ചയിലെ 6 ദിവസവും എന്റെ ജീവിതം മാതൃകയോടുകൂടെ ആയിരിക്കണം. അതാ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ജീവിതത്തിൽ വളരെ കരുതലോടെ ദൈവത്തിന്റെ ആലോചനയെ നിരസിച്ച് തള്ളിക്കളയാതെ ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ജീവിക്കുവാൻ ഒരു ദൈവവൈതൽ, അതാണ് മാതൃകയായ ജീവിതം. അങ്ങനെ ജീവിക്കാനിടയാകുമ്പോഴാണ് സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കിക്കൊള്ളുക. അവിടെ ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ മാതൃകയാക്കി കാണിക്കുക എന്നാ പറയുന്നത്. കാണിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്റേതാ. അതുകൊണ്ട് അങ്ങനെ ഒരു പദം പറഞ്ഞിരിക്കുന്നത്. മാതൃകയാകുക എന്നല്ല, കാണിക്കുക. അപ്പൊ എന്റെ അനുദിന ജീവിതത്തിൽ അത് തുടരേണ്ട ഒരു പ്രക്രിയയാണ്. ഞാൻ കാണിക്കണം, ദൈവ മുൻപാകെ ജീവിക്കണം, അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതാ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ? മാതൃകയോടുകൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ആയിത്തീരാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ പറയാ ദൈവം ഇടപെടും, ശിക്ഷിക്കും എന്നവിടെ പറയുകയാണ്. മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ആ ഭാഗത്ത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതൃകയോടുകൂടെ നമ്മുടെ നടപ്പിൽ നാം മാതൃകയാകണം. നമ്മുടെ നടപ്പ് ദൈവഹിത പ്രകാരം, ദൈവികാലോചന പ്രകാരം. പാട്ടുകാരൻ പാടിയതുപോലെ അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ചു നീ നടന്നുകൊള്ളുക. കർത്താവ് എനിക്ക് മുൻപേ നടക്കുന്നുണ്ട്. ആ കാൽ ചുവടുകളെ പിൻപറ്റി, ആ നല്ല മാതൃകയെ പിൻപറ്റി മുമ്പോട്ട് നടക്കാൻ കഴിയുന്നതാണ് ഒരു വിശ്വാസ ജീവിതത്തിന്റെ മാതൃക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ കാൽ ചുവടുകൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ വരുവിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കർത്താവ് നമുക്ക് മുന്നേ ഉണ്ട്. നമുക്ക് വേണ്ടി വഴി കാണിക്കാനായിട്ട്, നമ്മുടെ ജീവിതപാതകളെ ഏറ്റവും ലഘുവാക്കി നമുക്ക് തരാനായിട്ട്, പ്രശ്നം നിറഞ്ഞ മേടുകളെ, പ്രയാസം നിറഞ്ഞ വഴിത്താരയെ നമുക്ക് സുഗമമാക്കി സന്തോഷകരമാക്കി നമ്മുടെ യാത്രയെ ഏറ്റവും ധന്യമാക്കുവാൻ നമുക്ക് മുൻപിൽ പോകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്, ഒരു നാഥൻ നമുക്കുണ്ട്, ഒരു വഴികാട്ടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തകർക്കുന്നവൻ മുൻപേ പുറപ്പെടും. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ യഹോവ നിങ്ങൾക്ക് മുന്നേ ഉണ്ട്, നിങ്ങൾക്ക് മുന്നമേ അവനുണ്ട്. അതുകൊണ്ട് ആ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മാതൃകയോട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ നടപ്പിൽ നാം മാതൃകയായിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല സങ്കീർത്തനം 82:5 നടക്കരുത് എന്ന് പറയുന്ന ധാരാളം കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം മാതൃകയായിട്ട് നടക്കണം. 82-ാം സങ്കീർത്തനം 82 Psalms 82 verse 5. 82:5 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. അപ്പൊ നടപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാം മാതൃകയോടെ നടക്കണം. ദൈവത്തിന് വിരോധമായി നടക്കരുത്. ദൈവത്തിന് വിരോധമായി നടന്നാൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും.
പഴയ നിയമത്തിൽ ആ കാര്യം ഓർക്കുകയുണ്ടായി. ഇവിടെ പറയുകയാണ് ഇരുട്ടിൽ നടക്കരുത്. ഇവിടെ ഈ 82-ാം സങ്കീർത്തനത്തിന്റെ വിഷയത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ ന്യായാധിപന്മാരോടുള്ള ഒരു ശാസനയാണിത്. അപ്പം ന്യായാധിപന്മാർ, ജഡ്ജസ്, അപ്പൊ അവരോട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഗോത്രത്തിലെ മൂപ്പന്മാരാണ് ന്യായാധിപന്മാർ. അപ്പൊ അവർക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട്. അവരെ കുറിച്ച് പറയാം, അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ചേർത്ത് ഞാൻ പറയട്ടെ, ദൈവത്തിന് വിരോധമായി നടക്കരുത്. 2, ഇരുട്ടിൽ നടക്കരുത് എന്ന് പറഞ്ഞാൽ ആരാ ഇരുട്ടിൽ നടക്കുന്നത്? അറിവില്ലാത്തവരാണ്. ആരാ ഇരുട്ടിൽ നടക്കുന്നത്? ഒരു ബോധവുമില്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായെന്ന് പറയട്ടെ, അറിവില്ലാത്തവരെ പോലെ നടക്കരുതെന്ന്, ബോധമില്ലാത്തവരെ പോലെ നടക്കരുതെന്ന് ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ അറിവില്ലാത്തവനെ പോലെ നടക്കരുത്. ഒരു ദൈവ പൈതൽ ബോധമില്ലാത്തവനെ പോലെ നടക്കരുത്. അവരെ കുറിച്ച് പറയാ, അവർ ഇരുട്ടിൽ നടക്കുന്നു. നമ്മുടെ നടപ്പ് എത്ര മാതൃകയായിരിക്കണം! സകലത്തിലും മാതൃകയായിരിക്കണം. നമ്മുടെ നടപ്പിൽ നാം മാതൃകയായിരിക്കണം. നാം മാതൃക അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി നടന്നാൽ ദൈവം തീർച്ചയായും ശിക്ഷിക്കും. മാത്രമല്ല, നാം ഇരുട്ടിൽ നടക്കരുത്. എന്തുകൊണ്ടാണ് ഇരുട്ടിൽ നടക്കരുതെന്ന് പറയുന്നത്? നമ്മളവിടെ കണ്ടു, അറിവില്ലാതെ നടക്കുക, ബോധമില്ലാതെ നടക്കുക. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരുവൻ ഇരുട്ടിൽ അറിവില്ലാതെ, ഇരുട്ടിലാ നടക്കുന്നത്, ഒന്നും കാണുന്നില്ല, അതിന്റെ കൂടെ ഒരറിവുമില്ല, ഒരു ബോധവും ഇല്ല. എവിടെ ചെന്ന് അവസാനിക്കും? അങ്ങനെ ഒരു ദൈവ പൈതൽ നടന്നാലോ ഈ ഭൂമിയിൽ? ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക, ദൈവിക ജ്ഞാനം നമുക്ക് തന്നിരിക്കുക. ലോകത്തിന്റെ ജ്ഞാനമല്ല ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ അറിവല്ല, കുറെ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റു ഇതുകൊണ്ടുള്ള അറിവല്ല ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അറിവൊന്നും ആത്മീയത്തിന് ആവശ്യമൊന്നുമില്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ പിതാക്കന്മാർ, സ്കൂളുകളിൽ പോയിട്ടില്ലാത്ത പിതാക്കന്മാർ, അവർ മാതൃകയായി നടന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ പാഠങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്. അവർക്ക് സ്കൂളിൽ പോയത് കൊണ്ടോ ഡിഗ്രി ഉള്ളത് കൊണ്ടോ വലിയ വലിയ കാര്യങ്ങളൊന്നും ഉള്ളത് കൊണ്ടല്ല അവര് മാതൃകയായിട്ട് നടന്നത്. അവർക്ക് ദൈവം നൽകിയ ജ്ഞാനം, ദൈവം നൽകിയ പരിജ്ഞാനം, ആ ദൈവിക പരിജ്ഞാനത്തിൽ നടന്നു. നാം വായിക്കുന്നുണ്ട്, പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഇവിടെ പറയുക, അറിവില്ലാതെ നടക്കരുത്. എന്താ ഈ അറിവില്ലാതെന്ന് പറഞ്ഞാൽ? നമുക്ക് എവിടുന്ന അറിവ്? ദൈവികമായ അറിവാണ്. യഹോവാ ഭക്തി ജ്ഞാനത്തിന്. അപ്പം ദൈവഭക്തിയിൽ നിന്ന് ലഭിക്കുന്ന, ദൈവസ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന, ആത്മീക കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജ്ഞാനം, ഒരറിവ്, അതാണ് ദൈവ പൈതൽ മാതൃകയാക്കി നടക്കേണ്ടത്. അപ്പൊ വചനത്തിലൂടെ ദൈവാത്മാവിനാൽ നമ്മളോട് പറയും, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. പറയും, മകനെ, മകളെ, ഇതാ വഴി, ഇതിലെ നടക്ക്, നിന്റെ യാത്ര ഇങ്ങനെ ആയിരിക്കട്ടെ. ആ അറിവ് നമുക്ക് തരിക. തെറ്റ് കാണുമ്പോൾ തെറ്റാന്ന് ബോധ്യപ്പെടുത്തുക. വേണ്ടാന്നുള്ളതിനോട് നോ പറയാൻ പഠിപ്പിക്കുക. മോശമായത് വേണ്ടാന്ന് പറയുക. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണമെന്ന് പറയുക. കൂട്ടുകൂടണ്ടാത്തതിനോട് കൂട്ടുകൂടണ്ടെന്ന് പറയുക. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കാൻ പറയുക. എന്താ ഇതിനൊക്കെ കാരണം? അറിവാണ്, ദൈവികമായ പരിജ്ഞാനം. അതില്ലെങ്കിലോ, അറിവില്ലാതെ ഇരുട്ടിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്യബോധമില്ലാതെ ലോകത്തിലുള്ള ആളുകളെ പോലെ, ബോധിച്ചതുപോലെ അന്ധകാരത്തിൽ നടന്ന് പരാജയത്തിൽ. നമുക്കറിയാം യൂദയെ കുറിച്ച് വായിക്കും. ഇസ്കരിയോത്ത യൂദ, അവന് കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് ഒരു പദപ്രയോഗം അവിടെ ഉണ്ട്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അവൻ പോയത് പറയണം, അപ്പോൾ അവൻ ഇറങ്ങിപ്പോയി, ഇരുട്ടായിരുന്നു. ശ്രദ്ധിക്കണം, അവൻ ഇറങ്ങി, അവൻ പൈസയൊക്കെ മേടിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് അവന്റെ ഹൃദയത്തിൽ, അതിന് മുമ്പത്തെ വാക്യം ശ്രദ്ധിക്കണം, യൂദയുടെ ഹൃദയത്തിൽ സാത്താൻ കടന്നു എന്നാ പറയുന്നത്. അപ്പൊ കർത്താവിനോട് കൂടെ നടന്നിട്ടും കർത്താവിന് സ്ഥാനമില്ലായിരുന്നു. അവന്റെ ഹൃദയത്തിൽ കർത്താവ് പ്രവേശിച്ചില്ല, ആ സ്ഥാനത്ത് സാത്താൻ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് അവൻ പോയത് എവിടാ? ഇരുട്ടിലോട്ട്. കെട്ടിഞ്ഞാന്ന് ചത്തു. അതാ ആ ഒരു അറിവുമില്ലാത്തടത്തേക്ക് പോകുക, പരാജയത്തിലേക്ക് പോകുക, ഇരുട്ടിലേക്ക് കാലെടുത്ത് വെക്കുക. അങ്ങനെ നടക്കരുതെന്നാ പറയുന്നത്. ഇവിടെ പറയാ, ഒരു വിശ്വാസി
ഇരുട്ടിൽ നടക്കരുത്. നമുക്കറിയാം, ഈ ലോകം അന്ധകാരം നിറഞ്ഞതാണ്. അന്ധകാര ശക്തിയുടെ പിശാചിന്റെ അധീനതയിലുള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും ഈ വെളിച്ചം, ദൈവം നമുക്ക് തന്ന വെളിച്ചം ശരിയായി പ്രകാശിച്ചില്ലെങ്കിൽ, അതിനെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുട്ടാ. നമ്മൾ അറിയാതെ അതിലേക്ക് കാലെടുത്ത് വെച്ച് പോകും. വളരെ കരുതലോടെ, അതാണ് സകലത്തിലും മാതൃകയാകാന്ന് പറയും. സകലത്തിലും, എല്ലാ കാര്യങ്ങളിലും, ഞാൻ ഓർപ്പിച്ചതുപോലെ വാക്കിലും ചിന്തയിലും ഇടപാടിലും ശുശ്രൂഷയിലും കൊടുക്കൽ വാങ്ങലിലും കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും മാതൃകയായി. ഇവിടെ ഇരുട്ടിൽ നടക്കരുത്. ഇരുട്ടിനെ കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ ഇരുട്ടിന്റെ ഭയാനകതയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, 91-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. 91-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങൾ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇവിടെ ഇരുട്ടിനെ കുറിച്ച് പറയാ. ഇരുട്ട് ഭയാനകമാണ്, ഇരുട്ട് കെണിയുള്ളതാണ്, ഇരുട്ട് പേടിപ്പെടുത്തുന്നതാണ്, ഇരുട്ട് നാശമുള്ളതാണ്. യോബ് പറയുന്നുണ്ട്. യോബ് 36:20 നാം വായിക്കുന്നുണ്ട്. ഇരുട്ടിനെ കുറിച്ച് യോബ് തന്നെ പറയുന്നുണ്ട്, അത് നാശമുള്ളതാണ്. അപ്പൊ ഇരുട്ടിനോട് ഒരു ബന്ധവും പുലർത്തി നാം നടക്കാൻ പാടില്ല. മാതൃകയായിട്ട് സകലത്തിലും ഇരുട്ടുമായിട്ട് ഒരു കൂട്ടുകെട്ടും പാടില്ല എന്നാണ് എന്റെ അർത്ഥം. ഇരുട്ട് ഭയാനകമാണ്, അത് വെളിച്ചത്തെ അകറ്റിക്കളയുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്, നാശമുള്ളതാണ്. യോബിന്റെ ഭാഷയിൽ പറഞ്ഞ നാശമുള്ളതാണ് ഇരുട്ട്. അതിനെ നീ ആഗ്രഹിക്കരുത്. അതുകൊണ്ട് ഇരുട്ടിൽ നടക്കരുത്. ഇരുട്ടിൽ അറിവില്ലാതെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം ഓർപ്പിച്ച ഭാഗം ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. ദൈവവചനത്തിന്റെ ആലോചന കേൾക്കാൻ മനസ്സില്ലാതെ, വചനത്തിന് മുൻപിൽ ഇരിക്കാൻ മനസ്സില്ലാതെ, വചനം വായിക്കാനോ പഠിക്കാനോ ധ്യാനിക്കാനോ സമയം കണ്ടെത്താതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പലരും, വിശ്വാസികളും ദൈവമക്കളും അവകാശപ്പെടുന്നവര്, അറിഞ്ഞോ അറിയാതെയോ വെളിച്ചത്തിൽ നിന്ന് അകലുകയാണ്. ഭയാനകമാണ് ഇരുട്ട്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ വണ്ണം സൂക്ഷിക്കട്ടെ. ദൈവകൃപ നൽകട്ടെ. അത്ര ഭയാനകമാണ് ഇരുട്ട്. അതുകൊണ്ട് വെളിച്ചം നൽകുന്ന, വെളിച്ചത്തിന്റെ ദാതാവായ സത്യവെളിച്ചമായ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്നവന് മാത്രമേ സകലത്തിലും മാതൃകയായി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാതൃകാപരമായ ഒരു യാത്ര തുടരാൻ കഴിയുകയുള്ളൂ. നാശമുള്ള, കെണിയുള്ള, ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഇരുട്ടിനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ അറിവില്ലാത്തവനായി പോകുകയാണ്. ദൈവവചനത്തിന്റെ അറിവില്ലാതെ, ദൈവവചനത്തിന്റെ പരിജ്ഞാനമില്ലാതെ, വചനത്തെ വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ ഭയാനകമാ. സൂക്ഷിക്കണം. ദൈവകൃപ നൽകട്ടെ. ദൈവമക്കളെ, നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. ദൈവവചനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവവചനം നമുക്ക് ആവശ്യമാണ്. ഈ വചനത്തിലേക്ക് മടങ്ങി വരാം. വചനത്തിന്റെ കുറവ് നമ്മൾ ഈ നാളുകളിൽ കാണുന്നുണ്ട്. വചന പഠനമില്ലാത്ത ബുദ്ധിമുട്ടുകൾ നാം കാണുന്നുണ്ട്. ഒരു തലമുറ അകന്നുകൊണ്ടിരിക്കുക. ബൈബിൾ ക്ലാസ്സുകളില്ല. ഞാൻ സൂമിലാണെങ്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ധാരാളം സ്ഥലം സഭകൾ നമുക്കറിയാം, ബൈബിൾ ക്ലാസ്സുകളോ മറ്റ് ആത്മീകമായ ഒരു കാര്യങ്ങളും ഇല്ലാതെ തുടരുകയാണ്. എന്താണെന്നറിയാമോ? അകന്നുകൊണ്ടിരിക്കുക വെളിച്ചത്തിൽ നിന്ന്. കാലെടുത്ത് വെക്കുന്നത് ഇരുട്ടിലോട്ടാ. ഇവിടെ പറയാ അറിവില്ല. 2, ആ പദം എനിക്ക് വലിയ ഇഷ്ടം, ബോധവുമില്ല. ഇരുട്ടിനകത്ത് ബോധവും കൂടി ഇല്ലെങ്കിലോ എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെയാ ജീവിക്കുന്നതെന്നൊരു ബോധമില്ല. ഞാൻ ആരാന്നൊരു ബോധമില്ല. ഒരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും താൻ ആരാണെന്ന് ബോധമില്ലാതെ ജീവിക്കുന്ന ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ ഒരു ദൈവവൈതലായ നിലയ്ക്ക് ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മാതൃകയോടെ ബോധമുള്ളവരായി, സുബോധമുള്ളവരായി ആയിരിക്കണം. പത്രോസിനെ കുറിച്ച് ഒരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. പത്രോസിന് സുബോധം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? പല കാര്യങ്ങളും ബോധമില്ലാതെ എടുത്തിയാടി ചെയ്യുന്ന ഒരാളാ. കർത്താവിനെ തള്ളി പറഞ്ഞു, പടയാളിടിച്ച കാതുവെട്ടി, കടലിൽ നടക്കാനിറങ്ങി,
എന്തെല്ലാം കാര്യങ്ങളാ ബോധമില്ലാതെ എടുത്തിയാടി ചെയ്തത്. അതുകൊണ്ടാണ് പിന്നീട് വായിക്കുന്നത് സുബോധം വന്നിട്ട്. ദൈവമക്കളെ, മാതൃകയായി ജീവിക്കണമെങ്കിൽ സുബോധം ഉണ്ടാകണം. ഞാൻ ഏത് കാലത്താ ജീവിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. സദൃശവാക്യത്തിൽ പറയുന്നു, ഉറുമ്പ് തന്റെ കാലത്തെ അറിയുന്നു, തിരിച്ചറിയുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, ഞാനൊരു വല്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്, വളരെ കരുതലോടെ മാതൃകയോടെ ഞാൻ ജീവിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകണം. ഞാൻ വിശ്വാസിയാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകണം. ഞാൻ മാതൃകയായി ജീവിക്കേണ്ടവനാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ഇവിടെ പറയാ, ഇരുട്ടിലാ നടക്കുന്നത്. നമുക്ക് സുബോധം ഉണ്ടാകട്ടെ. ബോധമില്ലാത്തവരായിട്ട് ഒരിക്കലും നടക്കാനിടയാകരുത്. ലൂക്കോസ് 8:35 വായിച്ച് ഞാൻ നിർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 8 verse 35, 35-ാമത്തെ വാക്യം, 8:35. അവിടെ സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയാണ്. അവന് സുബോധം വന്നു. ആ വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ വേദഭാഗം. അവന്റെ പ്രശ്നം, അവനിൽ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അപ്പൊ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നപ്പോൾ അവന് ബോധമില്ലായിരുന്നു, സുബോധമില്ലായിരുന്നു. എന്നാൽ അത് ഇപ്പോഴവൻ, അന്നേരം അവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അശുദ്ധാത്മാവ് ബാധിച്ച് കല്ലറകളിലും കാട്ടിലും ഒക്കെ താമസിച്ച ഒരുവനാ. എന്നാൽ അവനിപ്പോ സുബോധം വന്നപ്പോൾ എന്താ വായിക്കുന്നത്? അവിടെ നാം വായിച്ചത്, വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരുന്നു. നോക്കണേ, സുബോധമില്ലാതെ ഇരുട്ടിൽ സഞ്ചരിച്ച ഒരു മനുഷ്യൻ, അവന് സുബോധം വന്നപ്പോൾ അവന്റെ മാറ്റം കണ്ടോ? അവൻ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മാന്യനായി, മറ്റുള്ളവരുടെ മുൻപിൽ പോരാ, അവൻ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണേ, കർത്താവിനോട് കൂടെ ഇരിക്കുക. അവന് മനസ്സിലായി, അവന് സുബോധം വന്നു. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവിന്റെ കാൽക്കലിരുന്ന് മാന്യമായി ജീവിപ്പാൻ, മാതൃകയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇല്ലാത്തവൻ പറയുക, കല്ലറയിലും കാട്ടിലും ഒക്കെ ജീവിക്കുന്ന സുബോധം ഇല്ലാത്തവനാ, ബോധിച്ചതുപോലെ ജീവിക്കുന്നവനാ, അവന് ഒരറിവുമില്ല, ഒരു ബോധവുമില്ല. അങ്ങനാണോ നമ്മള്? അല്ല, നാം മാതൃകയായിരിക്കണം. സകലത്തിലും സുബോധമുള്ളവരായി, മാന്യമായി സമൂഹത്തിൽ മാതൃകയായി ജീവിക്കണമെന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ആ കർത്താവിന്റെ കാൽക്കലിരിക്കാം. എന്നെ വീണ്ടെടുത്ത, എനിക്ക് വേണ്ടി കാൽവരിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, എന്നെ അനുദിനം കൈപിടിച്ച് വഴി നടത്തുന്ന, എന്റെ ജീവിതയാത്ര എന്നോട് കൂടെ ഇരിക്കുന്ന കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് മറിയെ പോലെ നല്ല അംശം തെരഞ്ഞെടുത്ത് സുബോധമുള്ളവരായിരിക്കാം. സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, കർത്താവ് വരാൻ താമസമെങ്കിൽ അടുത്ത ആഴ്ചയും തുടർച്ചയായി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ വിഷയം, സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കാം.